ഹായ് ഫ്രണ്ട്സ്, രജീസ് ഫുഡ് ആൻഡ് ട്രാവൽസിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ചിക്കൻ പാർട്സ് കൊണ്ടുള്ള ഒരു ഗ്രേവിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് പാലക്കാട് സ്റ്റൈലുള്ള ഒരു ചിക്കൻ പാർട്സ് ഗ്രേവി കറിയാണ്. ആദ്യം നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം, ചൂടാവട്ടെ. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. അതിലേക്ക് ഒരു സവാള വലിയൊരു സവാള എടുത്ത് അരിഞ്ഞു വെച്ചതാണ്. അത് ഇതിട്ടിട്ട് വാട്ടാം. ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് അല്പം ഉപ്പ് ചേർക്കാം. ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഏകദേശം ഇത് വാടി വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ചിക്കൻ പാർട്സ് ആയതുകൊണ്ട് നല്ല എരി മുന്നോട്ട് നിൽക്കുന്ന വിധം വേണം ഇത് തയ്യാറാക്കേണ്ടത്. അതിനുശേഷം ഒരു തക്കാളി, അല്പം വലിയ തക്കാളി എടുത്തിട്ട് അരിഞ്ഞതാണ്, അത് വഴറ്റാനായിട്ട് ഇടാം. തക്കാളിയും ഉള്ളിയും നന്നായി വഴണ്ടി വരുമ്പോൾ നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. അപ്പൊ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. ആദ്യമായി 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതിനുശേഷം മല്ലിപ്പൊടി 2 ടീസ്പൂൺ, അല്പം മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് വെച്ച് നന്നായിട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റാം. അതിനുശേഷം ഒരു കറിവേപ്പില, 1-2 കറിവേപ്പില നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കറിവേപ്പിലയും കൂടി 2 കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ
കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പാർട്സുകൾ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ 2 ടീസ്പൂൺ ഇതിന് മതി എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ മാത്രം മുളക് പൊടി ആഡ് ചെയ്തത്. ഇത് നന്നായിട്ടൊന്ന് വന്നതിന് ശേഷം ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്യാം. അതിനുശേഷം വേണ്ട ഉപ്പും കൂടി എനിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സവാള വാട്ടുന്നതിനായിട്ട് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി എനിക്ക് ആഡ് ചെയ്തിടാം. മസാലകളൊക്കെ ഈ പാർട്ടിലൊക്കെ ഒന്ന് പിടിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ ഏകദേശം 1 ഗ്ലാസ് വെള്ളമാണ് ഇതിൽ ആഡ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഇതൊന്ന് ആവട്ടെ. അടച്ചു വെച്ചു. ഇതൊന്ന് ആവട്ടെ. ചെറിയ തീരുന്നായാൽ മതി. അതാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്കൊന്ന് രണ്ടായി അവസ്ഥ നോക്കാം. ഇതാ നന്നായി തിളച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഗ്രേവി ചിക്കൻ പാർട്ട് ഗ്രേവി ഉണ്ട്. ഇനിയിപ്പോ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെർവ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കാം, അല്ലെങ്കിൽ വീണ്ടും ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഇതിലെ അവസാനത്തെ പ്രോസസ്. അപ്പൊ ഇത് നമുക്ക് വെന്തു, അതായത് ഇത് ചിക്കൻ ഗ്രേവി പാർട്സ് ഏകദേശമായി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മല്ലിത്തഴ കുറച്ച് ആഡ് ചെയ്ത് നോക്കാം. കുറച്ച് ഗരം മസാലയും കൂടി നമുക്കിതിൽ ആഡ് ചെയ്യാം. അതോടുകൂടി ചിക്കൻ ഗ്രേവി അല്ലെങ്കിൽ ചിക്കൻ പാർട്ട് ഗ്രേവി റെഡി. നമുക്കിത് നൂലപ്പത്തിന്റെ കൂടെ, ചപ്പാത്തിന്റെ കൂടെ, അതുപോലെ തന്നെ ആപ്പത്തിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പൊ ചിക്കൻ ഗ്രേവി പാർട്സ് റെഡി ആയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. നല്ല ടേസ്റ്റ് ആയിരിക്കും, നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം. സൂപ്പർ. അല്ല എല്ലാം എരിയും
അതുപോലെ തന്നെ ഉപ്പും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ആ മസാല എല്ലാം അതിൽ പിടിച്ചിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ കമന്റ് ചെയ്യാം. താങ്ക് യു.